പലതിനോടും ഇഷ്ടങ്ങൾ തോന്നാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാപങ്ങളായി മാറുന്നു. അല്ലെങ്കിൽ പലരോടും ഇഷ്ടങ്ങൾ തോന്നാം, പക്ഷേ അത് എങ്ങനെയാണ് പാപങ്ങളായി മാറുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അനുപമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവൾ കാണിച്ചു നൽകി. നോക്കൂ, കലൂരിൽ 12 വയസ്സുള്ള കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റത് മറ്റാരുടെയും കയ്യിൽ നിന്നല്ല, തന്നെ പെറ്റുപോറ്റിയ സ്വന്തം മാതാവിൽ നിന്ന് തന്നെ. അതിന്റെ കാരണമാണ് മറ്റുള്ളവരെ നെറ്റിച്ചു കളഞ്ഞതും. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ കുട്ടി തലനാരിയൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. ഇത് ആരുമറിയാതെ മുന്നോട്ടു പോകുകയാണെങ്കിൽ നമുക്ക് നാളെ വാർത്താ മാധ്യമങ്ങളിൽ 12 വയസ്സുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ എന്ന വാർത്ത കേൾക്കാമായിരുന്നു. വിവാഹമോചിതയായി കലൂരിൽ ഒരു ഫ്ളാറ്റിലായിരുന്നു ഈ കുട്ടിയും അമ്മയായ അനുപമയും കഴിഞ്ഞിരുന്നത്. അടുത്ത കാലത്താണ് അമ്മയുടെ ആൺ സുഹൃത്ത് വീട്ടിലെത്തുന്നതും. എന്നാൽ ഇയാൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലാതിരുന്ന കുട്ടി പലതവണ എതിർപ്പ് പ്രകടിപ്പിച്ചു. തുടർന്ന് ആൺ സുഹൃത്തും പിന്നാലെ അമ്മയും കുട്ടിയെ മർദ്ദിക്കുകയും ദേഹമാകെ മാന്തി പൊളിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത അല്പനേരത്തെ സുഖത്തിനു വേണ്ടി താൻ നൊന്തു പ്രസവിച്ച സ്വന്തം മക്കളെ കൊന്നൊടുക്കുന്ന അമ്മമാരുടെ കൂട്ടത്തിലേക്ക് തന്നെ ഈ സ്ത്രീയെ വലിച്ചിഴച്ചു. സ്വന്തം മക്കളുടെ കണ്ണുനീരിന്റെ വില പോലും തിരിച്ചറിയാത്തവൾ അമ്മ എന്ന പദത്തിന്റെ മഹത്വത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നവരാണ്. കാമുകന്റെ 2 മധുരവാക്കിനായി മക്കളുടെ ഭാവി തൂക്കിയെടുക്കുന്നവർ അമ്മമാരല്ല, സ്വാർത്ഥതയുയരിൽ നഷ്ടപ്പെട്ട മനുഷ്യരൂപങ്ങൾ മാത്രം. കരളിൽ നിന്ന് ജനിച്ച കുഞ്ഞിനെ വേദനിപ്പിച്ച് വിദേശിയുടെ വാക്കുകൾക്ക് വഴങ്ങുന്നവരുടെ ഹൃദയം അമ്മമാരുടെ ഹൃദയവുമല്ല. സ്വന്തം മക്കളെ സംരക്ഷിക്കേണ്ടവരാണവർ. പക്ഷേ ചിലർ കാമുകന്റെ ചിരിക്കായി കുഞ്ഞിന്റെ നിശബ്ദ കരിച്ചിലും കേൾക്കാത്തവർ. ജീവൻ നൽകിയവരായി ജനിച്ചെങ്കിലും ചിലരുടെ പ്രവൃത്തികൾ മാതൃത്വത്തിന്റെ മഹത്വത്തെ പോലും അപമാനിക്കുന്നതല്ലേ. അമ്മയിൽ നിന്നും അമ്മയുടെ കാമുകനിൽ നിന്നും ക്രൂരമർദ്ദനം ഏറ്റ ഈ കുട്ടി പോലീസുകാരോട് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോകുന്ന കാമുകൻ ഒരാഴ്ചയോളമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം അവർക്ക് ഒന്നിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് ഒരു മുറിയിൽ കയറി. ഞാൻ അവരുടെ നടുവിൽ കയറി കിടന്നു. ചേട്ടനോട് മാറാൻ പറഞ്ഞപ്പോൾ തയ്യാറായില്ല. അവരെ തൊട്ടാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ കിടന്നു. അമ്മയെ പിടിച്ച് അടുത്ത മുറിയിൽ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടന് ദേഷ്യം വന്നു. അയാൾ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ബാത്റൂമിൻ്റെ ഡോറിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. ഇതെല്ലാം കണ്ടിട്ടും അമ്മ ഒന്നും മിണ്ടിയില്ല. എന്നെ ചവിട്ടി താഴിട്ടു. എന്നിട്ടും അമ്മ ഒരക്ഷരം മിണ്ടിയില്ലെന്നും പറഞ്ഞ കുട്ടി പിന്നീട് തുടർന്ന് പറഞ്ഞതാണ് വലിയ കാര്യം. ഇതെല്ലാം കണ്ടുനിന്ന അമ്മ തൻ്റെ നെഞ്ചിൽ മാന്തി മുറിവേൽപ്പിച്ചു എന്നും ഈ കുട്ടി പറഞ്ഞു. അതെ, ആ വാർത്തകളും ഉടലെടുത്തത് ഇത്തരത്തിൽ തന്നെ. തൻ്റെ കാമുകന്റെ കൂടെ സുഖിക്കുവാൻ കഴിയാത്തതിനാൽ അതിന് തടസ്സമായി നിൽക്കുന്ന പിഞ്ചു കുട്ടികളെ കൊന്നൊടുക്കിയ അമ്മമാർ, അവരും കടന്നു പോയത് ഈ വഴികളിലൂടെ തന്നെ. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ഈ കുട്ടി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കാൽവഴുതി വീണെന്നോ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നോ ഉള്ള വാർത്തയിലൂടെ ഉടങ്ങേണ്ടതായിരുന്നു ഈ കുട്ടി. ആ സാഹചര്യത്തിലേക്ക് തന്നെയായിരുന്നു ഇവരുടെ പോകും. വലിയ വിഷമം മരിവിച്ചു പോയ നീച്ച ഹൃദയങ്ങളുടെ ആലോചിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഈ സ്ത്രീ പറയുന്നത് കേട്ടു, എങ്ങനെയാണ് പ്രണയം പാപമായി മാറുന്നതെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ചോദിച്ച ഈ ചോദ്യത്തിന്റെ മറുപടി ഇവർക്ക് തന്നെ ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു നൽകാനുള്ള ഭാഗ്യവും ലഭിച്ചു. മർദ്ദനം ഏറ്റുവാങ്ങിയ കുട്ടി ഇപ്പോൾ തന്റെ അച്ഛന്റെ കൂടെ കഴിയുന്നു. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥയും യൂട്യൂബ് ചാനൽ അവതാരകയുമാണ് അമ്മയായ അനുപമ. പലരോടും ഇഷ്ടങ്ങൾ തോന്നാം, പലതിനോടും ഇഷ്ടങ്ങൾ തോന്നാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാപങ്ങളായി മാറുന്നു. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് മോഡേൺ ചിന്തയാണ് എൻ്റെ കവിതകളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി വായനക്കാരാണ് തീരുമാനിക്കുക.